ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 5 ആണ്. ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ്. ഇതുവരെയുള്ള വീഡിയോ എല്ലാം മക്കളുമാർ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ക്രിസ്മസ് എക്സാമിനേഷന് അത്യാവശ്യം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. മക്കളെ, എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? എളുപ്പമാണ്. ഒരാൾക്ക് മറ്റൊരാൾ ബ്ലഡ് കൊടുക്കുന്നതിനെ, രക്തം കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. മക്കളെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആർക്കൊക്കെ ചെയ്യാം നോക്കിയേ. പീപ്പിൾ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 18 to 60, 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ക്യാൻ ഡൊണേറ്റ് ബ്ലഡ്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. 2, ബ്ലഡ് ഡൊണേഷൻ ക്യാൻ ബി ഡൺ വൺസ് ഇൻ 3 months. മക്കളെ, 3 മാസത്തിലൊരിക്കൽ എല്ലാവർക്കും ബ്ലഡ് എന്തോ ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തെന്നും പറഞ്ഞ് നമ്മുടെ ഹെൽത്തിന് യാതൊരു കുഴപ്പമില്ല. മക്കളെ, 3-മത്തത്, ബ്ലഡ് ഡൊണേഷൻ കോസ് നോ പ്രോബ്ലം ടു ഡോണേഴ്സ് ഹെൽത്ത്. കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേര് ഡോണർ. ബ്ലഡ് കൊടുക്കുന്ന പറഞ്ഞ് ഡോണറിൻ്റെ ഹെൽത്തിന് യാതൊരു കുഴപ്പമില്ല. ചിലരൊക്കെ വിചാരിക്കും ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് അങ്ങ് കുറയുമല്ലോ, കുഴപ്പമാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ബ്ലഡ് കൊടുക്കുന്നത് നല്ലതാണ്. ബ്ലഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. 4-മത്തത്, പ്രഗ്നൻ്റ് വുമൺ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ, ഗർഭിണിയായ സ്ത്രീകൾ, ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ്, ബ്രസ്റ്റ് മുലയൂട്ടുന്ന അമ്മമാർ, ഇവരാരും എന്തോ കൊടുത്തുകൂടാ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തോളൂ. ഇപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത ആർക്കൊക്കെയാണ്? പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യരുത്. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ്, മുലയൂട്ടുന്ന അമ്മമാർ, കേട്ടോ. മക്കളെ, അടുത്തതാണ് പേഴ്സൺ വിത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അസുഖമുള്ള ആൾക്കാർ, രക്തം വഴിയൊക്കെ അസുഖം പടരാൻ സാധ്യതയുള്ള ആൾക്കാർ, ആർക്കും ബ്ലഡ് എന്തോ ചെയ്യരുത്, ഡൊണേറ്റ് ചെയ്യരുത്. അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ബ്ലഡ് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേര് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാം. 3 മാസത്തിലൊരിക്കൽ എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണും ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനും ഡൊണേറ്റ് ചെയ്തുകൂടാ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരുന്ന അസുഖമുള്ളവർ എന്തോ ചെയ്തുകൂടാ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൂടാ. അത്രയേ ഉള്ളൂ, എളുപ്പം. ഓക്കെ മക്കളെ, അടുത്തതാണ് ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പ് പ്രധാനമായിട്ടും നല്ലത് 4, AB ABO, AB ABO, AB ABO, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പ് എടുത്താലും അതിന് ആൻറ്റിജൻ കാണും, ആൻറ്റിബോഡി കാണും. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്താണ് ആൻറ്റിജൻ, എന്താണ് ആൻറ്റിബോഡി എന്നൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ മക്കൾമാർക്ക് അറിയാവുന്നത്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പിലുള്ളവരുടെ ആൻറ്റിജൻ ഏതാ? എ. അപ്പോൾ ആൻറ്റിബോഡി എന്തുവാ? ബി. അപ്പോൾ ബി ഗ്രൂപ്പിൻ്റെ പറ ആൻറ്റിജൻ ബി, ആൻറ്റിബോഡി എന്തുവാ? എ. എ ബി ഗ്രൂപ്പിൻ്റെ പറ എ ബി ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ എയും ബിയും ആണ്, ആൻറ്റിബോഡി ഇല്ല, ആൻറ്റിബോഡി ഇല്ല. എ ബിക്ക് ആൻറ്റി ഇല്ല, എ ബിക്ക് ആൻറ്റി ഇല്ല. മക്കളെ, ഒ ഗ്രൂപ്പിന് എന്തോ ഉണ്ട്? ആൻറ്റി ഉണ്ട്. എയും ബിയും ആരില്ല? ആൻറ്റിജൻ ഇല്ല, ആൻറ്റിജൻ ഇല്ല. അപ്പം 4 ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. എയുടെ ആൻറ്റിജൻ എ ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ എ, ആൻറ്റിബോഡി ബി. ബി ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ ബി, ആൻറ്റിബോഡി എ. എ ബിക്ക് ആരില്ല? ആൻറ്റിബോഡി ഇല്ല, ആൻറ്റിബോഡി നിൽ. അപ്പോൾ ആൻറ്റിജൻ ഏതാ? എയും ബി. അപ്പോൾ ഒ ഗ്രൂപ്പിന് എന്തുവാ? ആൻറ്റിജൻ ഇല്ല. ആരുണ്ട്? ആൻറ്റിബോഡി ഉണ്ട്, എയും ബി. എന്താണ് RH ഫാക്ടർ? ഇൻ അഡീഷൻ ടു ആൻറ്റിജൻ എ ആൻഡ് ആൻറ്റിജൻ ബി, അനദർ ആൻറ്റിജൻ കോൾഡ് O or RH factor is present. O അല്ല, 0 or RH factor is present in the cell membrane. മക്കളെ, ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും കൂടാതെ RH ഫാക്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. ഈ RH ഫാക്ടറാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കും. RH ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് പോസിറ്റീവ് ഗ്രൂപ്പ്. RH ഫാക്ടർ ഇല്ലെങ്കിൽ നെഗറ്റീവ്. നമ്മൾ വിളിക്കും എ പോസിറ്റീവ് എന്നും എ നെഗറ്റീവ് എന്നും. അപ്പോൾ RH ഫാക്ടർ ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് എ പോസിറ്റീവ്. RH ഫാക്ടർ ഇല്ലാത്തതാണ് എ നെഗറ്റീവ്. എളുപ്പമുള്ള കാര്യം. മക്കളുമാരെ, അടുത്തത് ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്, പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടൻ്റ്, അല്പം പാടാം. ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ്. മക്കളെ, ആനിമൽസിലെ പോലെ തന്നെ പ്ലാന്റ്സും എന്ത് കാണിക്കുന്നുണ്ട്? ഡിഫൻസ് മെക്കാനിസം കാണിക്കുന്നു.
അതിൽ ഒന്നാമത്തതാണ് വാക്സി കവറിങ് അല്ലെങ്കിൽ വാക്സ് കവറിങ് ക്യൂട്ടിക്കിൾ. മക്കളെ, ലീഫും സ്റ്റെമ്മും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മെഴുക് കണക്കുള്ള ലെയർ കാണും. വിളിക്കുന്ന പേര് ക്യൂട്ടിക്കിൾ. ഈ ക്യൂട്ടിക്കിൾ രോഗാണുക്കൾ അകത്ത് കയറുന്നത് തടയും. അകത്ത് കയറാൻ പറ്റത്തില്ല, ഈ ക്യൂട്ടിക്കിളിന് നല്ല കട്ടിയുള്ളതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിഫൻസ് മെക്കാനിസം എന്തുവോ? വാക്സി കവറിങ് ക്യൂട്ടിക്കിൾ. മക്കളെ, രണ്ടാമത്തതാണ് ബാർക്ക്. പ്രൊട്ടക്ട് ദ ഇന്നർ സെൽ ഫ്രം ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഓഫ് പാത്തജൻ. വലിയ മരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകിയൊക്കെ പുറത്തിങ്ങനെ നിൽക്കും. ബാർക്ക്, തൊലി ജേമ് എൻ്റർ ചെയ്യുന്നത് എന്തോ ചെയ്യും? തടയും, എളുപ്പം. മക്കളെ, മൂന്നാണ് സെൽവാൾ. സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലിഗ്നിൻ, ക്യൂട്ടിൻ, സ്യൂബറിൻ കൊണ്ട്. ലിഗ്നിൻ, ക്യൂട്ടിൻ ആൻഡ് സ്യൂബറിൻ. അപ്പോൾ ലിഗ്നിനും ക്യൂട്ടിനും സ്യൂബറിനും ഒക്കെ കൊണ്ടാണ് ഈ പ്ലാന്റിൻ്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി. അപ്പോൾ അതുകൊണ്ട് സെൽവാളിന് നല്ല കട്ടിയായിരിക്കും, നല്ല ദൃഢതയായിരിക്കും. The germs that have crossed the cell wall are prevented from entering through the cell membrane, cellulose, a polysaccharide formed in the cell wall. ഇനി സെൽ വാൾ കടന്നാലും സെൽ മെമ്പറൈനിലുള്ള ഒരാൾ അതിനെ എന്തോ ചെയ്യുന്നു? നശിപ്പിക്കുന്നു. വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ. പ്ലാന്റ്സിൽ ഡിഫൻസ് മെക്കാനിസം 3 എണ്ണമാണ്: ക്യൂട്ടിക്കിൾ, ബാർക്ക്, സെൽ വാൾ. വളരെ എളുപ്പമാണ്. സുഖമായിട്ട് ഈ ചാപ്റ്ററിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. വളരെ ആത്മാർത്ഥതയോടെ കൃത്യമായി കൃത്യനിഷ്ഠയായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.